NVR ഇല്ലാതെ തന്നെ നമുക്ക് വ്യൂ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പക്ഷേ എങ്ങനെയാണ് ഇത് സേവ് ആകുന്നത് എന്നുള്ള കാര്യം പലരും ചിന്തിക്കുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഓരോ വ്യക്തികളും ക്യാമറ വയ്ക്കുന്നത് ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചില ആളുകൾ ക്യാമറ വയ്ക്കുന്നതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെറിയ കുട്ടികളെ നോക്കാനോ അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള പേരൻസിനെ നോക്കാനൊക്കെ ആയിരിക്കും. ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ വീടിന് മുമ്പിലേക്ക് ആരെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ കൊണ്ട് എറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ വല്ല റംബൂട്ടാൻ തോട്ടത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തോട്ടങ്ങളിലൊക്കെ ആളുകൾ ആരെങ്കിലും അതിക്രമിച്ച് കയറുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനി ചില ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ അവർ മക്കളൊക്കെ വിദേശത്തായിരിക്കും. അപ്പോൾ പേരൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വീട് പൂട്ടി ഇടയ്ക്കൊക്കെ നാട് വിട്ട് വിദേശത്തേക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വീടും പരിസരമൊക്കെ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ഓരോന്നാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് അല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു സെലക്ഷൻ മോശമായി പോയി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വെറുതെ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു IP ക്യാമറ നോക്കുകയാണെങ്കിലും അനലോഗ് ക്യാമറ നോക്കുകയാണെങ്കിലും അതിൻ്റെ റെസൊല്യൂഷനാണല്ലോ നമ്മളിപ്പോൾ എപ്പോഴും ചിന്തിക്കുന്നത്, ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്ക് IP ക്യാമറയിൽ 8 മെഗാ പിക്സൽ, അതായത് 8 മെഗാ പിക്സൽ എന്ന് പറഞ്ഞാൽ 4K ആണ്, അത്രയും റെസൊല്യൂഷൻ അവൈലബിൾ ആണ്. അതേസമയം അനലോഗ് ക്യാമറയും അതേപോലെ തന്നെ 8 മെഗാ പിക്സൽ വരെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു സാധാരണ ഒരു വ്യക്തി ഇതിനെ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് വലിയൊരു ഡിഫറൻസ് ഒന്നും കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അതെന്താണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഡിഫറൻസ് എന്നാണ് പറഞ്ഞുതരാൻ വേണ്ടി പോണത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ 5 മിനിറ്റ് വാച്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെർത്തായിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ആദ്യം നമുക്ക് എന്താണ് അനലോഗ് സിസ്റ്റം നോക്കാം. അനലോഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പഴയ ഒരു ടെക്നോളജിയാണ്. നമ്മുടെ പണ്ടത്തെ VCP അല്ലെങ്കിൽ VCR എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരു അനലോഗ് ടെക്നോളജി ആയിരുന്നെങ്കിൽ DVD അല്ലെങ്കിൽ CD എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ടെക്നോളജിയാണ്. അപ്പോൾ അതുപോലെ തന്നെ IP ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ക്യാമറയാണ്. അതേസമയം അനലോഗ് ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു VCR VCPയുടെ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ ടെക്നോളജിയാണ്. ഇതാണ് ഇതിൻ്റെ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അനലോഗ് ക്യാമറകൾ 2 മെഗാ പിക്സലിലും അതുപോലെ തന്നെ 5 മെഗാ പിക്സലും 8 മെഗാ പിക്സലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ അനലോഗ് ക്യാമറ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന ആ ഒരു സെൻട്രൽ ഡിവൈസ് അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ ഒരു ഹബ്ബ് എന്ന് പറയുന്ന ഡിവൈസ് എന്ന് പറഞ്ഞാൽ DVR ആണ്, ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ എന്ന് പറഞ്ഞ സാധനമാണ്. ഈ DVRലേക്കാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് ഇട്ട് കൊടുത്തുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ക്യാമറ സെലക്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറയുടെ ആ ഒരു ക്വാളിറ്റി അവർ ഗൂഗിളിൽ അല്ലെങ്കിൽ അവരുടെ ഡാറ്റ ഷീറ്റിൽ അവർ കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് അവർ 25 FPS അതുപോലെ ഇമേജ് സെൻസറിൻ്റെ സൈസ് 1/3 അങ്ങനെയൊക്കെ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മളിപ്പോൾ അത്രത്തോളം നമുക്ക് നോക്കാൻ വലിയ അറിവില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതാണ് ഒരു ക്യാമറയുടെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രെയിം പെർ സെക്കൻഡ്. നമ്മൾ ഈ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ആ വീഡിയോ നമ്മുടെ DVRൻ്റെ ഉള്ളിൽ പോയി സേവ് ആകുന്നുണ്ട്. അപ്പോൾ ഈ സേവ് ആയിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാരണം ഒരു കഴിഞ്ഞു പോയ കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഒരു ക്യാമറ വയ്ക്കുന്നതിൻ്റെ ആ ഒരു പർപ്പസ് തന്നെ എന്താണ് നടന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ലൈവായിട്ട് കാണുന്ന ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റിയാണ് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈ ക്വാളിറ്റി എന്ന്. പക്ഷേ എങ്ങനെയാണ് ഇത് സേവ് ആകുന്നത് എന്നുള്ള കാര്യം പലരും ചിന്തിക്കുന്നില്ല. അപ്പോൾ FPS എന്ന് പറഞ്ഞാൽ ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. അതായത് എത്ര ഫ്രെയിംസ്, അതായത് ഫോട്ടോസ്. ഇപ്പോൾ പണ്ട് ഈ ക്യാമറയൊക്കെ ഫൈൻഡ് ചെയ്യണ സമയത്ത് നിങ്ങൾക്കറിയാം കുറേ ഫോട്ടോസ്, ഒരു കുതിരയുടെ കുറേ ഫോട്ടോസ് ഇങ്ങനെ ചേർത്ത് വെച്ച്, ഒരു കുതിര ഓടുന്ന കുറേ ഫോട്ടോസ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വലിച്ചപ്പോഴാണല്ലോ ഇങ്ങനെ ഒരു മൂവ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ കണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര ഫ്രെയിംസ് ആണ് ഒരു സെക്കൻഡിൽ ഇത് ക്യാപ്ചർ ചെയ്യുന്നതെന്നുള്ളത് നോക്കിയിട്ടാണ് ആ ഒരു ക്യാമറയുടെ ക്വാളിറ്റി ഒരു രീതിയിൽ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന അനലോഗ് ക്യാമറ ആണെങ്കിലും IP ക്യാമറ ആണെങ്കിലും അതിൻ്റെ ആ ഒരു FPS വാല്യൂ, ഒരു ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാമറയുടെ FPS വാല്യൂ എന്ന് പറഞ്ഞാൽ 25 മുതൽ 30 വരെ ആയിരിക്കും. പക്ഷേ എങ്ങനെയാണ് ഈ ക്യാമറ നമ്മുടെ DVRലേക്ക് ഈ വീഡിയോനെ സേവ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിനകത്താണ് ക്വാളിറ്റി ഇരിക്കുന്നത്. അപ്പോൾ അത് 25 FPS എന്ന് പറയുന്ന ക്യാമറയ്ക്ക് പൊതുവെ നമ്മുടെ DVRലേക്ക് സേവ് ചെയ്യണ സമയത്ത് 15 FPS വരെയൊക്കെയാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. അതായത് DVRലേക്ക് സേവ് ചെയ്യുന്ന സമയത്ത് അനലോഗ് ക്യാമറയുടെ ആ ഒരു ക്വാളിറ്റി ഓട്ടോമാറ്റിക്കലി അത് കുറച്ചിട്ടാണ് സേവ് ആകുന്നതെന്ന് അർത്ഥം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബിറ്റ് റേറ്റ് ആണ്. ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം റിച്ച് കണ്ടന്റ് ആണ് ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു ഡാറ്റയാണല്ലോ യഥാർത്ഥത്തിൽ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആ വീഡിയോയുടെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് അതിനകത്തുള്ള ബിറ്റ് റേറ്റിൻ്റെ കാര്യം കൂടെ നോക്കിയിട്ടാണ്. അപ്പോൾ ബിറ്റ് റേറ്റ് എപ്പോഴും IP ക്യാമറയിൽ വെച്ച് നോക്കുമ്പോൾ അനലോഗ് ക്യാമറയിൽ കുറവായിരിക്കും.
ഇനി മൂന്നാമത്തെ കാര്യമാണ് ഇമേജ് സെൻസറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അനലോഗ് ക്യാമറയിലെ ഇമേജ് സെൻസറിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IP ക്യാമറയിലെ ഇമേജ് സെൻസറിൻ്റെ ക്വാളിറ്റിനെ അപേക്ഷിച്ച് വളരെയധികം കുറവായിരിക്കും. ഇനി നമ്മുടെ IP ക്യാമറയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ ക്യാമറയിൽ ഈ പറയുന്ന ഫീച്ചേഴ്സൊക്കെ ഉള്ളത് അതുപോലെ തന്നെയാണ് NVRൻ്റെ അകത്ത് ആ വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫോണിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്കൊക്കെ ഈ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ IP ക്യാമറ എടുത്തു കഴിഞ്ഞാൽ NVR ഇല്ലാതെ തന്നെ നമുക്ക് വ്യൂ വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫ്ലെക്സിബിലിറ്റി അതിനകത്ത് വരുന്നുണ്ട്. കാരണം മൊബൈലും ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഡിജിറ്റലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ട് അതിനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ AI ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, IPനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അനലോഗിൻ്റെ AI ഫീച്ചേഴ്സ് വളരെയധികം കുറവാണ്. അപ്പോൾ നിങ്ങൾ വളരെ ബെസ്റ്റ് ക്വാളിറ്റിയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കോസ്റ്റ് ഒരു വിഷയമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള നിലയിൽ നിങ്ങൾ IP ക്യാമറ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതേസമയം നമുക്ക് വളരെയധികം ഒരു ചെറിയ ആവശ്യം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനലോഗ് ക്യാമറ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, വൺസ് നമ്മൾ ഈ അനലോഗ് ക്യാമറ സിസ്റ്റം പർച്ചേസ് ചെയ്ത് നമ്മളത് ഇൻസ്റ്റലേഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നുവാണ് ഇത് കൊള്ളില്ല, എനിക്കിത് പറ്റുന്നതല്ലാന്ന് തോന്നിയിട്ട് നമ്മൾ IPയിലേക്ക് മാറണമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആകെപ്പാടെ എടുക്കാൻ സാധിക്കുന്ന ഒരൊറ്റ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ, അത് ഹാർഡ് ഡിസ്ക്കാണ്. അത് രണ്ടിലും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് വരുന്നത് കേട്ടോ, അല്ലാതെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അത് മാത്രമാണ് നമുക്ക് IP ക്യാമറ സിസ്റ്റത്തിലേക്ക് എടുക്കാൻ പറ്റുന്നത്. ബാക്കി അതിൻ്റെ കേബിൾ എടുക്കാൻ പറ്റത്തില്ല, അതിൻ്റെ കണക്റ്റേഴ്സ് എടുക്കാൻ പറ്റില്ല, ക്യാമറ എടുക്കാൻ പറ്റില്ല, DVR യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സാധനവും നമുക്ക് അതിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ചിന്തിച്ച ശേഷം മാത്രം അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. രണ്ടും രണ്ട് ഡിഫറെൻറ്റ് ടെക്നോളജിയാണ്. എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തിന് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത് IP ക്യാമറ ടെക്നോളജി തന്നെയാണ്. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനലോഗ് എടുക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, പല ആളുകളും ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഈ Cat6 നെറ്റ്വർക്ക് കേബിൾ എന്നുള്ള ഒരു പർട്ടിക്കുലർ കേബിളിലാണ് നമ്മൾ ഈ IP ക്യാമറകൾ വെക്കുന്നത്. അപ്പോൾ ആ ഒരു കേബിളിനകത്ത് വീഡിയോ ബലൂൺ എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ അനലോഗ് ക്യാമറയെ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ചില ആളുകൾ കുറച്ചും കൂടെ അങ്ങ് കടന്ന് ചിന്തിച്ചിട്ട് ഒരു സിംഗിൾ കേബിളിൽ തന്നെ കൊണ്ടുവന്നിട്ട് 2, 3, 4 ക്യാമറകളൊക്കെ ചുമ്മാ കണക്ട് ചെയ്ത് വെക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യുന്ന വരും, ചിലർക്ക് അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ അത് സാറ്റിസ്ഫൈഡ് ആകും, അത് ഓക്കെ ആണല്ലോ എന്ന് ഓർക്കും. പക്ഷേ എത്ര നാളത് അവിടെ കിടക്കും എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ വീഡിയോ ബലൂൺ എന്ന് പറയുന്ന ആ ഒരു ഡിവൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനലോഗ് ക്യാമറകളെ IP ക്യാമറയ്ക്ക് ഉപയോഗിക്കുന്ന കേബിളിൽ കണക്ട് ചെയ്ത് വെക്കാൻ സാധിച്ചാലും കുറേ നാൾ അത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ കേബിൾ ഡാമേജ് ആകാനുള്ള ചാൻസസ് ഭയങ്കരധികം കൂടുതലാണ്. ഇപ്പോൾ പല ആളുകളും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് IP ക്യാമറ വെക്കേണ്ടി വന്നാൽ കേബിൾ മാറ്റണ്ടല്ലോ എന്നാണ്. അത് നിങ്ങൾ അങ്ങനെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു കാര്യം ഓർക്കുക, ഒരു കേബിളിൽ, അതായത് ഒരു സിംഗിൾ കേബിളിൽ ഒരു ക്യാമറ മാത്രം വെക്കാൻ വേണ്ടി നോക്കുക. ഒന്നിൽ കൂടുതൽ ക്യാമറകൾ അതിലേക്ക് കൊണ്ടുപോയി കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഫ്ലിക്കറിങ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ വീഡിയോയ്ക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. നമ്മൾ ഈ ക്യാമറ വെക്കുന്നതിൻ്റെ പർപ്പസ് തന്നെ അവിടെ ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ക്യാമറ വെക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ നെക്സാ സിസ്റ്റം എന്നുള്ള ഒരു സ്ഥാപനമാണ്, എറണാകുളത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഓൾ കേരള ഇൻസ്റ്റലേഷൻ ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാമറയോടൊപ്പം തന്നെ നമ്മൾ ഇൻട്രൂഷൻ അലാം സിസ്റ്റവും കൂടെ വെച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിയൽ ടൈം പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.